പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത ചിന്തയോടെ ദൈവപാദപീഠത്തിൽ അടുത്തു വരാം. അതിനാധാരമായി യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-ാം വാക്യം, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഒരു ദൈവത്തിൻ്റെ പ്രത്യാശയുടെ നങ്കൂരമാണ് ഈ വാക്ക്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. പഴയ നിയമ ഭക്തനായ യോബ് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ക്രിസ്തു വന്ന് തന്നെയും വീണ്ടെടുക്കുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്തവനാണ്. പുതിയ നിയമ വിശ്വാസികളായ നാം ഓരോരുത്തരും യോബിനേക്കാൾ മേന്മയേറിയ നിലയിൽ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ അഭയം തേടി പാപമോചനം ലഭിച്ചുവെന്ന വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. ഏത് പരിസ്ഥിതിയിലായാലും യോബ് പറഞ്ഞതുപോലെ നമുക്ക് പറയുവാൻ കഴിയുമോ? സുഖത്തിലും സന്തോഷത്തിലുമല്ല താൻ പറയുന്നത്. പല നിലയിലുള്ള പരിശോധനകളുടെ മധ്യത്തിൽ പറയുന്ന വാചകമാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. താൻ സ്വന്തം പ്രാണനെപ്പോലെ സ്നേഹിച്ച അരുമസന്താനങ്ങളെല്ലാം മരിച്ചുപോയി. ആടുമാടുകൾ, സ്വത്തുക്കൾ, സൗകര്യങ്ങളെല്ലാം നശിച്ചുപോയി. ഉറ്റമിത്രങ്ങൾ, ഭാര്യ, വേലക്കാർ എല്ലാവരും തനിക്കെതിരായിപ്പോയി. അത്രയുമല്ല, ശരീരം മുഴുവനും വ്രണങ്ങളാൽ നിറഞ്ഞു വേദന സഹിക്കുന്നവനായി, ത്രാണിയില്ലാത്തവനായി ചാരത്തിലിരുന്ന് ഓട്ട് കഷ്ണത്തിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിലും യോബ് പറയുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. എന്താണ് എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ്! നാം പരിശോധിക്കുമ്പോൾ പലപ്പോഴും പിറുപിറുപ്പുണ്ടാകേണ്ടുന്ന സമയമാണല്ലോ. എന്നാൽ ശാപവാക്കുകൾ പറയാതെ, പിറുപിറുക്കാതെ പ്രത്യാശജനകമായി ഈ വാക്ക് പറയുവാൻ നമുക്ക് യോബിനെ പോലെ കഴിയുന്നുണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം. ആ കർത്താവ് കല്ലറകളെ ഭേദിച്ചുകൊണ്ട് പുറത്തു വന്ന ആ കർത്താവിൽ യോബിന് അന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞതുപോലെ ഇന്ന് നമുക്ക് കർത്താവിൽ വിശ്വസിക്കുവാനും കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാനും ഇടയായിത്തീരുമെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. ഈ പ്രഭാതം അതിനായി കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കർത്താവ് നമുക്ക് ദാനം നൽകിയതിന് നന്ദി പറയാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ്.